സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 28-ാം വാക്യം. ഇത് കേട്ടപ്പോൾ സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. ഈശോ സത്യം തുറന്നു പറഞ്ഞപ്പോൾ അവനോട് ദേഷ്യപ്പെടുന്ന ജനക്കൂട്ടത്തെ നമ്മളിവിടെ കാണുകയല്ലേ. അവിടെ വിശ്വാസക്കുറവ് കണ്ടപ്പോൾ കൃത്യമായിട്ട് ഈശോ അത് ചൂണ്ടിക്കാണിച്ചു. ഈ സത്യം അവൻ തുറന്നു പറഞ്ഞപ്പോൾ അവനോട് ദേഷ്യപ്പെടുന്ന ജനക്കൂട്ടം. സ്നേഹമുള്ളവരെ, ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കാറുണ്ടല്ലേ. സത്യം എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തില് തുറന്ന് പറയേണ്ടതായിട്ട് വരുന്നു, അപ്പോഴൊക്കെ നമുക്ക് തിരസ്കരണങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വരും. മറ്റുള്ളവരിൽ നിന്ന് അവഗണന ജീവിതത്തിൽ ഏൽക്കേണ്ടി വരും. സത്യം തുറന്നു പറയുമ്പോൾ നാം ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയേക്കാം. പക്ഷെ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് ഇന്ന്? ഈ സത്യം തുറന്നു പറയാനായിട്ട് മടി കാണിക്കുക. കാരണം എനിക്ക് മനുഷ്യന്റെ പ്രശംസ വേണം, മനുഷ്യന്റെ അംഗീകാരം വേണം, മനുഷ്യർ എന്നെ സ്നേഹിക്കണം. അതുകൊണ്ട് പലപ്പോഴും സത്യം പറയാതെ കള്ളം പറയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. നമ്മുടെ ജീവിതത്തില് കള്ളങ്ങൾ മാത്രം പലപ്പോഴും പറയുന്നവരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, ജീവിതത്തില് ഒരിക്കലും കള്ളം പറയാനായിട്ട് ഇടയാവരുത്. സത്യത്തിന് വേണ്ടി നിലകൊള്ളണം. സത്യത്തിന് വേണ്ടി നീ നിലകൊള്ളുമ്പോൾ തിരസ്കരണങ്ങള് നിനക്കുണ്ടായേക്കാം. മറ്റുള്ളവർ നിന്നെ കളിയാക്കിയേക്കാം. ഒരുപക്ഷെ നീ ജീവിതത്തില് ഒറ്റപ്പെട്ടു പോയേക്കാം. പക്ഷെ നീ സത്യമാണ് പറയുന്നതെങ്കിൽ, സത്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിൽ, നിന്നെ ആരൊക്കെ ഉപേക്ഷിച്ചാലും നീ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവില്ല. മറിച്ച് നിന്റെ കൂടെ നിന്റെ സംരക്ഷകനായിട്ട് നിന്റെ ദൈവമുണ്ടായിരിക്കും. മറിച്ച് നീ കള്ളം പറഞ്ഞ് മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാനായിട്ട് തയ്യാറാവുമ്പോൾ ഒരുപക്ഷെ നിന്റെ ചുറ്റും ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരിക്കാം, സ്നേഹിതരുണ്ടായിരിക്കും. പക്ഷെ നിന്റെ ദൈവം നിന്റെ കൂടെ കാണില്ല. ദൈവം കൂടെ ഉണ്ടാവണമെങ്കിൽ നീ സത്യം പറയാനായിട്ട് ഇടയാവണം. ദൈവത്തിന് മുൻപില് നിനക്ക് സംപ്രീതി കണ്ടെത്താനായിട്ട്, ദൈവം നിന്നെ അംഗീകരിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തില് സത്യം ഉണ്ടായിരിക്കണം. കള്ളങ്ങൾ പറയാനായിട്ട് ഇടയാവരുത്. നമുക്കറിയാം, ഒരു കള്ളം ജീവിതത്തില് പറയേണ്ടതായിട്ട് വരുമ്പോൾ ആ കള്ളം പിടിച്ചു നിർത്താനായിട്ട് എത്രയോ കള്ളങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയേണ്ടതായിട്ട് വരും. പിന്നീട് സത്യം പറയാനായിട്ട് പലപ്പോഴും നമുക്ക് മടിയാ. ആദ്യമൊക്കെ കള്ളം പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് മനസ്സാക്ഷി, ദൈവത്തിന്റെ സ്വരം നമ്മളോട് പറയും, മോനെ നീ പറയുന്നത് കള്ളമാണ് എന്ന്. ആ മനസ്സാക്ഷിയുടെ സ്വരം കേൾക്കാതെ വീണ്ടും വീണ്ടും കള്ളം പറയുമ്പോൾ ജീവിതത്തില് സത്യം നമ്മൾ മാറ്റിവെക്കുകയാണ്. സ്നേഹമുള്ളവരെ, സത്യം ദൈവമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ആ ദൈവത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാതിരിക്കുവാനായിട്ട്, സത്യം എപ്പോഴും മുറുകെ പിടിക്കുവാനായിട്ട്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട്, കള്ളങ്ങൾ പറയുന്ന ഒരു ദുശീലം എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.